റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ സ്കെയിൽ കമ്പനീസിന്, അതായത് MSMEസിന് പ്രത്യേകിച്ച് അവരുടെ GST റിലാക്സേഷൻ, മീൻസ് GST രജിസ്ട്രേഷൻ പ്രോസസ്സ് റിലാക്സേഷൻ ചെയ്യാൻ പോകുന്നു സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് നമുക്ക് സമൂഹം ആവശ്യപ്പെടുന്നൊരു സംഗതിയായിരുന്നു. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ 1-2 ദിവസം കൊണ്ട്, കേവലം 2 ദിവസം കൊണ്ട് പൂർണ്ണമായും രജിസ്ട്രേഷൻ ചെയ്യാൻ കൊടുക്കാവുന്നൊരു സംഗതിയെ ആവശ്യമില്ലാതെ അഡീഷണൽ ഡോക്യുമെൻറ്റും ഫർദർ ക്ലാരിഫിക്കേഷനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിലേ ചെയ്ത് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഈ കസ്റ്റമേഴ്സിനങ്ങ് ഫെഡപ്പ് വരും. പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് MSMEസാണ് ഇപ്പോൾ ഈ റിലാക്സേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. MSMEസിനാണ്. MSMEസിന് എന്ന് പറഞ്ഞാൽ അവരിപ്പം ഒരു പുതിയ ബിസിനസ്സൊക്കെ സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ക്യാപിറ്റൽ പോർഷനൊക്കെ വേറെ ടീമായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ബാക്കിയെല്ലാം സെറ്റാണ്. ഈ പാർട്ടിൽ ഒരു 2 months ഡിലേ എന്നൊക്കെ പറയുമ്പോൾ അതെന്താവും, അവരുടെ ടോട്ടൽ ബിസിനസ്സിന് തന്നെ ചിലപ്പോൾ അത് ലോങ് ടേമിൽ തകർത്ത് കളയാൻ പോലും അതിന് നമുക്ക് തന്നെ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നല്ലോ മഞ്ചേരി ഭാഗത്തുള്ള. അപ്പോൾ അവർ തന്നെ എല്ലാം പ്രപ്പോസലൊക്കെ ആയി വളരെ ഉത്സാഹത്തോടു കൂടി പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യുകയും ഫണ്ട് കണ്ടെത്തുകയൊക്കെ ചെയ്ത് ഈ ഒരു ടെക്നിക്കൽ ഗ്രൗണ്ട്സ് പറഞ്ഞിട്ട് അവരുടെ സ്ഥാപനത്തിന് എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മളൊരു 1 week കൊണ്ടൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു 3-4 വീക്ക് ലാപ്സായിപ്പോയും അവർക്ക് ആ ബിസിനസ് നടത്താനുള്ള മൂഡ് തന്നെ പോകുന്നൊരു പ്രോസസ്സ്, ആ ഒരു കാര്യമാണ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നത്. 30% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSMEസാണ്. ഈ MSMEസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ആസ് എ ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ ആ പാർട്ട് എളുപ്പമാക്കാനും കൂടി ആയിരിക്കും കൂടുതൽ ഇൻകം കിട്ടും എന്നുള്ളതും കൂടി. തീർച്ചയായിട്ടും ഇതിന് മറ്റൊന്നും കൂടിയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിന് അവെയർ ആണെന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. ഈ കോംപ്ലിക്കേഷൻസും ഈ ബുദ്ധിമുട്ടാക്കലും അത് കാരണമായിട്ട് GST ഇല്ലാതെ തന്നെ ബിസിനസ്സിന് ശ്രമിക്കുന്നതൊക്കെ GST ഡിപ്പാർട്ട്മെന്റ് തന്നെ ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഇതിന്ന് വ്യക്തമാകുന്നത്.